ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം മാക്സ് കെയർ ഹോസ്പിറ്റലിനു സമീപം, വടക്കാഞ്ചേരി. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗത്വ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന 100 ഉപഭോക്തൃ ബോധവൽക്കരണ പ്രഭാഷണങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം ആദ്യ പ്രഭാഷണവും ജൂലൈ 7 ഉച്ചതിരിഞ്ഞ് 2:30 അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ സൗഹൃദം സെന്റർ സംഘടനാ ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു. തുടർന്ന് സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായി പല സ്ഥലത്തും പ്രഭാഷണങ്ങൾ നടത്തുമെന്ന യോഗത്തിൽ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഒരു പുസ്തക ചർച്ച നടത്താനാണ് അതിൻ്റെ കൂടെ വേണമെങ്കിൽ കവിതകളും അങ്ങനെയൊക്കെ ആവാം. മെയിനായിട്ടുള്ള ഉദ്ദേശിക്കുന്നത് വായന പ്രോത്സാഹിപ്പിക്കുകയും പുസ്തക വായന പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം തന്നെ വായനയിലൂടെ പ്രബുദ്ധരാകുക എന്നുള്ള ആ ഒരു മുദ്രാവാക്യം സാക്ഷാത്കരിക്കുകയും ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വായനാ പ്രചാരണം എല്ലാവർക്കും ഉണ്ടാകുന്നത്. നമ്മളും നമ്മുടെ ഭാഗമായിട്ട് ഇങ്ങനെ പരിപാടി ആസൂത്രണം ചെയ്യണം. അത് എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ച് ചെയ്യണം. ആ ഡേറ്റ് നമുക്ക് ഇതിനെ നിശ്ചയിച്ച് പോകാം. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷം സുകുമാർ അഴീക്കോടിൻ്റെ ജന്മശതാബ്ദി വർഷം. സുകുമാർ അഴീക്കോടുമായിട്ട് സൗഹൃദം സെന്ററും സംഘടനയും വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് സുകുമാർ അഴീക്കോട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ സുകുമാർ അഴീക്കോടിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും. അത് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടി ആയതുകൊണ്ട് നമുക്ക് ഈ മഴയൊക്കെ കഴിഞ്ഞ് വളരെ സാവകാശം ചെയ്താൽ മതിയാകും. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി സൗഹൃദം സെന്റർ ജൂലൈ 12 രാവിലെ 10 അമ്പിളി ഭവനിൽ പുസ്തക ചർച്ചാ സമ്മേളനം നടത്തുന്നതിനും രാമായണ മാസത്തിൽ ജൂലൈ 26 ഏകദിന രാമായണ സെമിനാർ സംഘടിപ്പിക്കുമെന്നും യോഗം തീരുമാനിച്ചു. സെമിനാറിൽ രാവിലെയും ഉച്ചതിരിഞ്ഞുമായി യഥാക്രമം രാമായണം എൻ്റെ ദൃഷ്ടിയിൽ, സമ്മിശ്ര രാമായണത്തിന്റെ പ്രസക്തി എന്നീ വിഷയത്തിൽ പ്രഭാഷണവും ചർച്ചയും നടക്കും. പ്രശസ്ത സംഗീതജ്ഞനും സാംസ്കാരിക പ്രവർത്തകനുമായ ഫാദർ ഡോക്ടർ പോൾ പൂവുത്തങ്ങലിന് ഭക്തശ്രീ അവാർഡ് തദവസരത്തിൽ സമ്മാനിക്കും. ആഗസ്റ്റ് 10 ദേശീയ മനുഷ്യാവകാശ സമിതിയുടെ അംഗത്വ പ്രചരണത്തിന്റെ ഉദ്ഘാടനം പോണ്ടിച്ചേരിയിൽ വെച്ച് നടത്തും. ആഗസ്റ്റ് 15 അമ്പിളി ഭവനിൽ സൗഹൃദ സെന്റർ നടത്തുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രശസ്ത വിജയികളായ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി ആദരിക്കും. ഒക്ടോബർ 2 നടത്തുന്ന ഗാന്ധി ജയന്തി ആഘോഷത്തിൽ സുകുമാർ അഴീക്കോട് അനുസ്മരണം നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ ഭാരവാഹികളായ കെ.എ. ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ, പി.വി. രാമൻ, ജോൺസൺ കുന്നംപള്ളി, ടി.എൻ. നമ്പീശൻ, വർഗീസ് സന്തോണി, പി.ജി. പുതുരുത്തി, എം. ബഷീർ, പി.വി.എൻ. ശർമ്മ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.